എന്തുകൊണ്ട് നിങ്ങൾ ക്രിസ്ത്യാനിയായി ജനിച്ചു? പറയപ്പെടുന്നത് പാപം വർദ്ധിക്കുമ്പോഴാണ് ഒരു ആത്മാവ് ക്രിസ്ത്യാനിയായി ജന്മമെടുക്കുന്നത് എന്നാണ്. നമ്മുടെ ഭൂമിയെ തന്നെ ആചാര്യന്മാർ പല വിധത്തിലാണ് തരം തിരിച്ചിരിക്കുന്നത്. അതായത് ഭാരതം എന്ന് പറയുന്നത് യോഗഭൂമിയാണ്, മറ്റ് ഭൂമികളാകട്ടെ കർമ്മഭൂമിയും ഭോഗഭൂമിയുമാണ്. അതിനാൽ തന്നെ അവിടെയുള്ള സുഖസൗകര്യങ്ങൾ പലതും തന്നെ നമ്മുടെ ഭാരതത്തിൽ കാണാൻ സാധ്യതയില്ല. വിദേശത്തൊക്കെയുള്ളവർക്കറിയാം അവിടുത്തെ ജീവിത രീതികളൊക്കെ എങ്ങനെയാണെന്ന്. മോക്ഷം ലഭിക്കണമെങ്കിൽ ഭാരതത്തിൽ തന്നെ ജനിക്കേണ്ടിയിരിക്കുന്നു. ഈ സത്യം മനസ്സിലാക്കുന്ന വിദേശീയരാണ് ഇവിടെ വന്ന് പിറക്കാൻ ആഗ്രഹിക്കുന്നത്. ഒരു ക്രിസ്ത്യാനിയായി ജനിക്കുന്നവൻ അവൻ്റെ എല്ലാ പ്രയാസകരമായ കാലഘട്ടത്തിലൂടെയും കടന്നു പോകുന്നു. പല ക്രിസ്ത്യാനികളും എന്നോട് ചോദിക്കാറുണ്ട്, ക്രിസ്ത്യാനികൾക്ക് മാത്രം എന്തിനീ കഷ്ടപ്പാട്? കർത്താവ് കുരിശ് ചുമന്നതുകൊണ്ടാണോ? തൻ്റെ പാപങ്ങളെയെല്ലാം കഷ്ടപ്പാടിലൂടെയും മറ്റുള്ളവരെ സഹായിച്ചും ദുരിതങ്ങൾ ഏറ്റെടുത്തുകൊണ്ടും തങ്ങളുടെ പാപങ്ങൾ ഇല്ലാതാക്കുവാനാണ് യേശുക്രിസ്തു തൻ്റെ ജീവിതമാകുന്ന സന്ദേശത്തിലൂടെ മറ്റ് മനുഷ്യർക്ക് നൽകുന്നത്. ഹിന്ദുക്കളിൽ ചില കാര്യങ്ങൾ ആചരിക്കുന്നത് ശ്രദ്ധിച്ചാൽ നമുക്ക് പല കാര്യങ്ങളും വ്യക്തമാകും. ഉദാഹരണത്തിന്, ഒരാൾക്ക് ശനിദശയാണെന്നിരിക്കട്ടെ. അപ്പോൾ ഒരു ജ്യോത്സ്യൻ അയാൾക്ക് വേണ്ട നിർദ്ദേശങ്ങൾ കൊടുക്കും. ഈ സമയത്ത് വീട് പണിയുക. അതായത് നിങ്ങൾ ഏതായാലും കഷ്ടപ്പെടാൻ പോകുന്നു, അപ്പോൾ ഈ കഷ്ടപ്പാട് കൊണ്ട് എന്തെങ്കിലും പ്രയോജനം കൂടി ലഭിക്കട്ടെ. അപ്പോൾ ഈ സമയം വീട് പണിയുക. അങ്ങനെ കഷ്ടപ്പാട് ഏറ്റെടുക്കുകയുമാവാം, അതുവഴി നല്ലൊരു കാര്യം നടക്കുകയും ചെയ്യും. അടുത്തതായി, നിങ്ങൾക്ക് സ്വന്തമായി വാഹനം ഉണ്ടെങ്കിലും നിങ്ങൾ ബസ്സിലോ മറ്റ് വാഹനങ്ങളിലോ കയറി യാത്ര ചെയ്യുകയും സ്ഥലം എത്തുന്നതിന് 1 കിലോമീറ്ററോ 2 കിലോമീറ്ററോ മുമ്പ് ഇറങ്ങി നടക്കുകയും അങ്ങനെ ലക്ഷ്യത്തിലെത്തിച്ചേരുകയും ചെയ്യുക. അപ്പോൾ കുറച്ച് അലച്ചിൽ, മറ്റ് പ്രശ്നങ്ങൾ സ്വയമേവ തന്നെ അനുഭവിക്കാനാകും. ഇതുപോലെ തന്നെയാണ് നമ്മൾ കുരിശുമല കയറുന്നതും അതുപോലെ ശബരിമല കയറുന്നതും ഒക്കെ ഇതുപോലുള്ള കഷ്ടപ്പാടുകൾ കുറയ്ക്കുവാനാണ്. ഇങ്ങനെ ചെയ്യുന്നത് കൊണ്ട് ആരോഗ്യപരമായി തന്നെ വളരെയധികം ഗുണങ്ങളുണ്ട്. മല കയറുമ്പോൾ നമ്മുടെ ശ്വസന വ്യവസ്ഥയും ആരോഗ്യവും നല്ല രീതിയിൽ തന്നെ വർദ്ധിക്കുകയും ചെയ്യും. കൂടാതെ ദാനധർമ്മങ്ങൾ നടത്തുക. നമ്മൾ മറ്റൊരാൾക്ക് എന്തെങ്കിലും നൽകിയാൽ അതിൻ്റെ നന്ദി സൂചകമായി നേരിയ ഒരു നന്ദിയെങ്കിലും അയാളുടെ മനസ്സിൽ കാണാതിരിക്കില്ല. ഏതെങ്കിലും ഒരു അവസരത്തിൽ നമ്മെ സഹായിക്കുവാൻ ഒരവസരം കിട്ടിയാൽ അയാൾ തീർച്ചയായും സഹായിക്കാതിരിക്കുകയുമില്ല. ഇത് കൊടുപ്പിൻ എങ്കിൽ നിങ്ങൾക്ക് ലഭിക്കും എന്ന് പറയുന്ന ആ ഒരു ചൊല്ലിനെ അന്വർത്ഥമാക്കുന്നു. അതേതായാലും അവിടെ നിൽക്കട്ടെ. ഇനി പ്രത്യേകിച്ച് ചില കാര്യങ്ങൾ പറയാനുള്ളത്. ഒരാൾ പള്ളിയിൽ പോയതുകൊണ്ടോ ബൈബിൾ വായിച്ചതുകൊണ്ടോ ഒന്നും അയാൾ മോക്ഷത്തിലെത്തുകയില്ല. സ്വന്തം കർമ്മങ്ങളെല്ലാം വളരെ നല്ല രീതിയിൽ അനുഷ്ഠിക്കുകയും മറ്റുള്ളവരെ സഹായിക്കുകയും സ്നേഹിക്കുകയും ഒക്കെ തന്നെ ചെയ്താലേ പരിപൂർണമായ മോക്ഷം ലഭിക്കുകയുള്ളൂ. ഒരാഴ്ചയുള്ള പാപം കുമ്പസരിച്ച് കളയാം എന്ന് കരുതിയാലൊന്നും അവ പോവുകയില്ല. പരമാവധി പാപപ്രവൃത്തികൾ ചെയ്യാതെ ഇരിക്കുകയും മറ്റുള്ളവരോടും സഹജീവികളോടും സ്നേഹമായി പെരുമാറുകയും ചെയ്താൽ മാത്രമേ മോക്ഷം സാധ്യമാകൂ. ഈ വീഡിയോ ഇഷ്ടമായാൽ എല്ലാവരും എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യുക.